ഹലോ സുഹൃത്തുക്കളെ, മലപ്പുറം ടെക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ഇന്ന് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള കേട്ടോ. പൂക്കിപ്പറമ്പ് അണ്ടർപാസ് ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് നനച്ചിട്ടിട്ടുണ്ട്. നിലത്തേക്ക് കുത്തില്ലാതെയാണ് ഈ ഒരു സ്ലാബ് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതിൻ്റെ മുകളിൽ വർക്കുകളൊക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു സൈഡിലൂടെ പോയിട്ട് കയറാം കേട്ടോ. ഒരുപാട് ദൂരം പോയിട്ട് വേണം ആ ഒരു സൈഡിലൂടെ കയറാൻ. NH66 ഒരുവിധം അങ്ങാടികളൊക്കെ രണ്ട് വശങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചൈന വൻമതിലുകൾ ഉയർന്നിട്ടുണ്ട്. ഇത് നമ്മൾ അരീത്തോടൊക്കെ ഇതൊന്നും ഒരു ഹൈറ്റല്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഉയരുന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. വമ്പൻ ഹൈറ്റിലായിരിക്കും അരീത്തോടൊക്കെ ഉയർന്ന് പോകാമെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പൂക്കിപ്പറമ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കുറച്ച് ആ ഭാഗത്തേക്ക് പോവാം. കോയിച്ചന ഭാഗത്തേക്കുള്ള ഭാഗമാണ്. നമ്മൾ നാളെ കോയിച്ചന വരെയുള്ള വീഡിയോ ചെയ്തതാണ്. അപ്പോൾ കോയിച്ചന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം. കോയിച്ചന സൈഡിലാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. ഇതാണ് പൂക്കിപ്പറമ്പിൻ്റെ ഒരു ചിത്രം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആണ് പോയി നോക്കട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് പറഞ്ഞാൽ മുഴുവനായിട്ടാണ് പോയി നോക്കുന്നില്ല. കാരണം ആ തലക്കൽ മുകളിൽ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കുന്നില്ല. ഈ ഒരു ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കാണിക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ചെയ്തതാണ്. എങ്കിലും ഒരു ചെറിയൊരു ഡെവലപ്മെൻറ്റുകൾ ഇപ്പോൾ വന്നത് കാണിക്കുക എന്നുള്ളതിൽ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് കോയിച്ചന ഭാഗം കേട്ടോ. കോയിച്ചന സൈഡാണത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വന്ന ഒരു മാറ്റം. കാരണം നമ്മൾ ഇന്നാൾ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ആ ക്രെയിന് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിരുന്നു ഉയർത്തിയിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഉയർത്തിയതാണ്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഉയർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേളാരിയിൽ അത് കണ്ട പോലെ തന്നെ ആ സൈഡിലേക്കുള്ള ഡിവൈഡറാണ് ഇപ്പോൾ ഇവിടെ ക്രെയിനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സൈഡ് ഡിവൈഡറാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡിവൈഡർ. ഇവിടെ ഇറക്കുന്നുണ്ട് കേട്ടോ, കാണിക്കാവേ. നല്ല വെയിറ്റ് ഉണ്ടാവും. ഒരു എൽ ഷേപ്പിൽ ഒരു ബടാ സാധനമാണ്. ഇവിടെ ഈ മണ്ണ് നികത്തുന്നതല്ലാതെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഏകദേശം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെ ഉയർത്തുന്ന വർക്കുകൾ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് ബെൽറ്റ് കൊടുത്താൽ ആ ഡിവൈഡർ അതിൻ്റെ മുകളിൽ അവിടെ വെക്കുക. അടുത്ത പരിപാടികൾ അതായിരിക്കും.
പൂക്കിപ്പറമ്പിൽ നമ്മളെ ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ ഇതാണ് അവസ്ഥ കേട്ടോ. അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ. നമ്മൾ അതിൽ കൂടെ ഇങ്ങോട്ട് വരണ്ട വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ വല്ലാതെ നടക്കാനില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ വന്നത്. അതിൽ കൂടെ പറഞ്ഞാൽ ഏകദേശം 1/2 കിലോമീറ്റർ ഓടണം. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഞാൻ ഇതിൽ കൂടെ വന്നതാണ്. അപ്പോൾ നമുക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്നിട്ട് അങ്ങനെ എടുക്കുക, പോലെ നനച്ചിട്ടിക്കല്ലേ. ഇനിയിപ്പോൾ നമ്മൾ കയറിയിട്ട് നമ്മളെ കൊണ്ടൊരു ദോഷം വരണ്ട എന്തായാലും അവർക്ക്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.